കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായിട്ട് 1 തിമോഥെയോസ് 2 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. 3 വാക്യം കൂടെ വായിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നതായ പ്രധാനപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ആഹ്വാനമാണ്. ഇവിടെ പൗലോസ് പറയുന്നു, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കു വേണ്ടി നാം യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് താൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്. ചില ആളുകൾ പഠിപ്പിക്കുന്നത് കേൾക്കുവാനിടയായിത്തീരുന്നു, നമ്മൾ കർത്താവ് യേശുക്രിസ്തുവാണ് മധ്യസ്ഥൻ, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥന ചെയ്യണ്ട എന്ന ഒരു പഠിപ്പിക്കൽ കാണാനിടയായിത്തീർന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് ഏക മധ്യസ്ഥൻ. എന്നാൽ ദൈവത്തിന്റെ വചനം നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസിലൂടെ തിമോഥെയോസിനോട് പറയുകയാണ്. 1, യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം. നമ്മൾ മധ്യസ്ഥത പ്രവൃത്തി ചെയ്യുന്നില്ല, എന്നാൽ പ്രാർത്ഥന ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്നുകൊണ്ട് നാം ചെയ്യുമ്പോൾ നാം പക്ഷവാദമാണ് ചെയ്യുന്നത്. യേശു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ പറയുന്നു, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി, അതുപോലെ സകല മനുഷ്യർക്കും വേണ്ടിയും നാം ഇത് ചെയ്യണമെന്ന് വ്യക്തമായിട്ടും വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമ്മൾ മധ്യസ്ഥന്മാരല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. ഇപ്രകാരമുള്ള ഈ മധ്യസ്ഥത നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കുന്നത് പലരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അവരെ പുറകോട്ട് കൊണ്ടുപോകാനേ സഹായിക്കത്തുള്ളൂ. ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രാർത്ഥനയെ ചൂഷണം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതേ സമയം തന്നെ ദൈവവചനം അനുശാസിക്കുന്ന നിലയിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആ പ്രാർത്ഥന അനുഭവത്തെ തകർക്കുവാൻ ആരും ശ്രമിക്കരുത്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തെരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാകുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു നമ്മെയും ആ രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് പൗരോഹിത്യമുണ്ട് എന്നാണ് അപ്പോസ്തലനായ പത്രോസിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. പുരോഹിതൻ എന്ന വാക്കിൻ്റെ മൂലപദം പൊന്തിഫിക്സ് എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പാലം പണിയുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവൻ ആരാണോ അവനാണ് പൊന്തിഫിക്സ്. കർത്താവ് യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണെങ്കിൽ നമുക്കും അതേ പൗരോഹിത്യ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അത് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവരെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ആ വ്യക്തി അറിയുന്നു നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. ആ വ്യക്തിക്ക് ദൈവം മറുപടി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് ആത്മീയ വർധന വരുന്നു. ഒരുപക്ഷെ ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ആ വ്യക്തിക്ക് ഏകാഗ്രത കുറവുണ്ടായിരിക്കാം. പലവിധ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമുക്ക് ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയാറില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് നമ്മൾ പറയുന്നു, ബ്രദറെ അല്ലെങ്കിൽ സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു, നമുക്ക് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമുള്ളതുപോലെ തന്നെ മറ്റൊരു വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ നമുക്കൊരു വലിയ ധൈര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഒരു നാളും തടർന്നു പോകരുത്. ആരെങ്കിലും ഒരാൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ അവകാശമില്ല, അധികാരമില്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ഇൻട്രസസറി പ്രയറിന് ഒരിക്കലും മാറ്റമില്ല. കാരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം
സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇൻ്റർസെഷൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ, വ്യക്തമായി പറയുന്നില്ലേ? അതുകൊണ്ട് ഒരിക്കലും കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ, അതുകൊണ്ട് നമ്മൾ ആരുടെയും പ്രാർത്ഥന ഏറ്റെടുക്കേണ്ട എന്നുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ തീർച്ചയായിട്ടും ആത്മീക ജീവിതത്തെ തകർക്കുവാൻ മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം തരുന്ന അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അനേകർക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന അങ്ങ് കേൾക്കുകയും അവർക്കായി ഉത്തരം തരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങ് അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്നും, അതുപോലെ ഞങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാക്കണമേ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം യോബിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയതുപോലെ, കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ വചനം ധ്യാനിക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാനും തക്കവണ്ണം ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം ധാരാളമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.